ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ദിവസമാണ് കേട്ടോ. കാരണം ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അങ്ങനെ ഞാൻ ദേ ഒരു ഗ്രീൻ കളർ ചുരിദാർ സെറ്റൊക്കെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ചുരിദാറൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. അതിന് ചേട്ടൻ്റെ വൈഫും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ചേട്ടനെ പുട്ടിയടുപ്പിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവനെ ഒരുക്കി എടുത്തിട്ട് വേണം നമുക്ക് എൻഗേജ്മെൻറ്റിന് പോകാൻ. അങ്ങനെ നമ്മൾ ട്രിപ്പിൾ സെറ്റാണ് നേരെ പോയത്. കാരണം മാമീനെയൊക്കെ ഓൾറെഡി മാമിയൊക്കെ അവിടെ കൊണ്ടാക്കിയായിരുന്നു. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും വന്നിട്ടില്ല. അതെൻ്റെ ആഷിഖ് ആൻഡ് സുഹൈന എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റേജൊക്കെ ഓൾമോസ്റ്റ് അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ളൊരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതെൻ്റെ പെണ്ണും റെഡിയായി എത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഫങ്ഷൻസൊക്കെ തുടങ്ങി, ചെക്കൻ വന്നു, ചെക്കൻ്റെ ആൾക്കാർ വന്നു, അവർ മുട്ടായി കൊടുത്തു, ഗോൾഡ് ഇട്ടു, അങ്ങനെ പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ചേട്ടനും വൈഫും കൂടി ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഫോണും പിടിച്ച് നിന്നപ്പോൾ രണ്ടുപേരും തകൃതിയ ഒരുക്കം. ഒരു ഫോട്ടോ എടുക്കണേനാണ് പാവപ്പെട്ട ഞാൻ. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിതേ ഇറങ്ങി നടക്കുന്നുണ്ട്. ചേട്ടനും അനിയനും ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ ഞങ്ങൾ 4 പേരും കൂടി ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല, അത്രയ്ക്ക് വണ്ടികളാണ്. അങ്ങനെ ചേച്ചിയുടെ അവിടെ പോയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ എടുത്ത വീഡിയോയാണ്. എനിക്കിതൊന്നും അപ്ലോഡ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായില്ല, സമയമേ ഇല്ല. കുറേ കാര്യങ്ങളിലും തിരക്കായിരുന്നു. അങ്ങനെ ലാഗിയതിൽ ഡ്രാഫ്റ്റിൽ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് സെൻറ്റ് ആൻഡ്രോസ് ബീച്ചിലാണ് കേട്ടോ. അവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ബീച്ച് ലൈഫ് ഇത്രയും, ബീച്ചിലൊക്കെ പോയി രാത്രി ഇരിക്കുന്നത് ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ അറിയണത് അന്നാണെന്ന് തോന്നുന്നു. അന്ന് കുറേ നേരം നമ്മൾ ബീച്ചിലിരുന്നു. പിന്നെ പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പൊതുവേ പാനിപ്പൂരി എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ബീച്ചിലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വയറിളകാണ്ട് നോക്കിക്കോന്നായിരിക്കും എല്ലാവരും പറയുന്നത്. എന്തായാലും കൊള്ളായിരുന്നു. അതിനുശേഷം കാന്താരി മുട്ട ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവരിൽ പറഞ്ഞ് അതും മേടിച്ചു. അതും ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കാന്താരി മുട്ട ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഓവർ അങ്ങ് എരിവ് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ മുട്ടയുടെ അവിടെ ആ മിക്സ് അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചായിരുന്നു. ചേട്ടനും എൻ്റെ അനിയനും ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഹെൽമെറ്റ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് കരുതിയാണ് തലയിൽ വെച്ചിരിക്കുന്നത്, കാരണം തിരക്കല്ലേ. പിന്നെ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പലണ്ടി ചേട്ടൻ കപ്പലണ്ടിയൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയി ഒരു 2-3 പൊതി കപ്പലണ്ടിയും മേടിച്ചു. പിന്നെ ജ്വല്ലറീസൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ അതൊക്കെ പോയി ഒന്ന് നോക്കി പറക്കി കുറേ നേരം നമ്മൾ ബീച്ചിലിരുന്നു. ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. ആ സമയത്ത് കുറേ വീടുകൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കണുണ്ട് കേട്ടോ. പിന്നെ രാത്രി തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ലേറ്റായി ഇറങ്ങിയപ്പോൾ. തിരക്ക് കുറവായതുകൊണ്ട് സ്മൂത്തായിട്ട് വരാൻ പറ്റും. വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പോത്തൻകോടിൻ്റെ അടുത്തുള്ള തട്ടുകടയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും ദോശയും സാമ്പാറും ബീഫ് റോസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി സാധനം. ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നല്ല തിരക്കുമാണ് കേട്ടോ ആ കടയിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കട്ടൻ ചായയും കുടിച്ച് വീട്ടിലേക്ക് വിട്ടു.